നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെസ് ട്രെയിനിങ്ങിനും അതുപോലെ ചെസ് പഠനത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന മികച്ച 5 സോഫ്റ്റ്വെയറുകളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. എന്റെ ലിസ്റ്റിൽ 5-ാമതായി ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെസ് അൾട്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു പെയ്ഡ് വേർഷൻ ആണ്, അഥവാ നമ്മൾ പണം നൽകിയാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ടത്. ഈ ലിസ്റ്റിൽ ചെസ് അൾട്ര വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിന്റെ 3D വിഷ്വൽ ക്വാളിറ്റിയാണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നേരിൽ കണ്ടു തന്നെ മനസ്സിലാക്കാം. ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. നമുക്കിനി ഇതിലെ പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. ഈ സോഫ്റ്റ്വെയർ നമുക്ക് പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാൻ സാധിക്കുക. ഒന്ന്, വളരെ മികച്ച രീതിയിലുള്ള ഒരു 3D ഗ്രാഫിക്സോട് കൂടി നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മളിവിടെ ന്യൂ ഗെയിം എടുക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ചെസ് പീസിന്റെ സെറ്റിംഗ്സ് ഒക്കെ നമ്മളിവിടെ ചെയ്തു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗെയിമിലേക്ക് പ്രവേശിക്കും. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ബോർഡിൽ കളിക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും ഈ ചെസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. അതുമാത്രവുമല്ല, ഗെയിമിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും പല രീതിയിലുള്ള പസിലുകൾ സോൾവ് ചെയ്യാനും ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരെ 4-ാമത്തെ സ്ഥാനം നേടിയിരിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്ന് നോക്കാം. നമ്മുടെ ലിസ്റ്റിലെ 4-ാമത്തെ സ്ഥാനം നേടിയിരിക്കുന്നത് സ്കിഡ് വേഴ്സസ് PC എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അപ്പം അതിൻ്റെ അർത്ഥം നമുക്കിത് സൗജന്യമായി ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ ഈ സോഫ്റ്റ്വെയറിനെ മാറ്റിമറിക്കാനും സാധിക്കും. എല്ലാ പ്രൊഫഷണൽസും ഉപയോഗിക്കുന്ന ചെസ് ബേസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ഒരു മിനി രൂപമായി വേണമെങ്കിൽ നമുക്കിതിനെ കരുതാം. കാരണം ആ സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഏകദേശം ഒരു 70% കാര്യങ്ങളും സ്കിഡ് വേഴ്സസ് PC എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും കാണുക. ഈ സോഫ്റ്റ്വെയറിന്റെ ഇന്റർഫേസ് അഥവാ നമ്മൾ കാണുന്ന ഭാഗങ്ങൾ അത്ര പെർഫെക്റ്റ് അല്ല എങ്കിൽ പോലും ഇതിൽ ജസ്റ്റ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് നമ്മൾ ഇതിൽ ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരേ സമയം 2 ചെസ് എഞ്ചിൻ വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിന്റെ ഓപ്പണിംഗ് റിപ്പോർട്ട് നമുക്കിവിടെ ഫോം ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. ഞാൻ 4-5 വർഷം മുൻപ് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായി ഞാൻ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നില്ല. കാരണം ചെസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. നിങ്ങൾ എന്തായാലും ഈ സോഫ്റ്റ്വെയർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. കാരണം ഇത് സൗജന്യമായി ലഭിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അതുമാത്രവുമല്ല, കൃത്യമായി അപ്ഡേഷൻസ് നടന്നു പോകുന്ന ഒരു സോഫ്റ്റ്വെയറും കൂടിയാണ് ഇത്. നമുക്കിനി നമ്മുടെ ലിസ്റ്റിലെ 3-ാമത്തെ സോഫ്റ്റ്വെയർ ഏതാണെന്ന് നോക്കാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്ലേ മൈൻഡ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ചെസ്സുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമുക്ക് ഈ ചെസ് ബോർഡ് ലഭിക്കുന്നത്. ഏകദേശം 600 രൂപയുടെ ഇടയിൽ വരുന്ന ഈ പാക്കേജ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 എക്സ്ട്രാ ക്യൂനും അതുപോലെ ഒരു ചെസ് ബാഗും അതുപോലെ ചെസ്സിന്റെ പീസുകൾ ഇടാനുള്ള ഒരു പൗച്ചും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ നൽകാം. നിങ്ങൾ അതൊന്ന് പരിശോധിക്കുക. നമുക്കിനി നേരെ തിരിച്ചു പോയി നമ്മുടെ ലിസ്റ്റിലെ 3-ാമത്തെ ആൾ ആരാണെന്ന് പരിശോധിക്കാം. നമ്മുടെ ലിസ്റ്റിലെ 3-ാമത്തെ സോഫ്റ്റ്വെയർ ചെസ് മാസ്റ്റർ ഗ്രാൻഡ് മാസ്റ്റർ എഡിഷൻ ആണ്. ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്, അഥവാ നമ്മൾ പണം നൽകിയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. പക്ഷേ നിലവിൽ ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട യാതൊരു ആക്ടിവിറ്റിയും നടക്കുന്നില്ല, അഥവാ ഇത് ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻ്റെ ചെസ് പഠനകാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ ഒരു സോഫ്റ്റ്വെയർ ആണ് ചെസ് മാസ്റ്റർ ഗ്രാൻഡ് മാസ്റ്റർ എഡിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ചില പ്രത്യേകതകൾ എന്താണെന്ന് ആദ്യം കണ്ടു നോക്കാം. നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലേൺ, അതുപോലെ തന്നെ പ്ലേ, അതുപോലെ ഫൺ എന്നീ 3 ഓപ്ഷൻസ് ആയിരിക്കും ലഭിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലേൺ എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമ്മൾ ലേണിൽ അക്കാദമി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 രീതിയിലുള്ള അല്ലെങ്കിൽ 3 തരത്തിലുള്ള അക്കാദമി നമുക്കിതിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിൽ നമ്മൾ ഫസ്റ്റത്തെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ചെസ്സിന്റെ ബേസിക് തൊട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊരു ഒന്നും അറിയാത്തൊരു കുട്ടിയെ റേറ്റിംഗ് വാങ്ങുന്ന രീതിയിലേക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ എത്തിക്കും എന്നുള്ളതാണ് സത്യം. ടാറ്റിക്സ് ആണെങ്കിലും ചെസ്സിന്റെ തിയറി ആണെങ്കിലും അറ്റാക്കിംഗ് ചെസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി ഈ ഒരു സോഫ്റ്റ്വെയറിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചെസ് എഞ്ചിനും ഇതിന്റെ കൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ഈ സോഫ്റ്റ്വെയർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ കുട്ടികൾ ചെസ് പഠിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ അവരുടെ ചെസ്സിന്റെ ഇംപ്രൂവ്മെന്റിനെ വളരെയേറെ സ്വാധീനിക്കുന്നതായിരിക്കും. ഇതിലെല്ലാ ഓപ്ഷൻസും സെലക്ട് ചെയ്ത് കാണിക്കാൻ ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് തന്നിരിക്കുന്നത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും. ഇനി നമുക്ക് ലിസ്റ്റിലെ 2-ാമത്തെ സോഫ്റ്റ്വെയർ ഏതാണെന്ന് നോക്കാം. നമ്മുടെ ലിസ്റ്റിലെ 2-ാമത്തെ സ്ഥാനം ലൂക്കാസ് ചെസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനാണ് ലഭിച്ചിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ മുൻപുള്ള ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാം.
നമ്മുടെ പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ആയ ചെസ് ബേസിന്റെ ഏകദേശം 95% ഓപ്ഷൻസും ലൂക്കാസ് ചെസ്സിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് സത്യം. ഇത് തികച്ചും സൗജന്യമായി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് മാത്രവുമല്ല, വളരെ കൃത്യമായ രീതിയിൽ അപ്ഡേഷൻസ് സ്ഥിരമായി ഈ സോഫ്റ്റ്വെയറിന് ലഭിക്കുന്നുമുണ്ട്. നമുക്ക് ഈ സോഫ്റ്റ്വെയറിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതൊരു സോഫ്റ്റ്വെയർ റിവ്യൂ വീഡിയോ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യാൻ സാധിക്കില്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഒന്ന് മെൻഷൻ ചെയ്യാം. ഈ സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളിവിടെ ട്രെയിനിങ് സെഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്, അതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ടാക്ടിക്സ്, ഗെയിം ഓപ്പണിംഗ്, അതുപോലെ ചെസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് ട്രെയിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഒരേ സമയം ചെസ്സിൽ മത്സരിക്കുകയും അതുപോലെ പഠിക്കാനും സാധിക്കുന്ന രീതിയിലുള്ള കോമ്പറ്റീഷൻസ് ട്യൂട്ടറുമായി ഇതിൽ നടത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ടൂൾസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഓപ്പണിംഗ് ക്ലാസിഫിക്കേഷൻസ് ഇവിടെ ലഭ്യമാണ്. എൻജിൻസ് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെസ് ബേസിൽ നമുക്ക് എന്തൊക്കെയാണോ ലഭിക്കുന്നത് അതെല്ലാം തന്നെ ഈ സോഫ്റ്റ്വെയറിലും ലഭ്യമാണ്. ഇനി നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ 1ാം സ്ഥാനം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് നോക്കാം. ഈ ലിസ്റ്റിലെ 1ാം സ്ഥാനം ചെസ് ബേസ് 18 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ചെസ് ബേസ് കമ്പനി ഇറക്കുന്ന മറ്റു സോഫ്റ്റ്വെയറുകളെയും ഞാൻ ഈ ചെസ് ബേസ് 18 എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു പെയ്ഡ് വേർഷൻ ആണ്. നമ്മൾ പണം ഉപയോഗിച്ച് ലൈസൻസ് വാങ്ങിയതിനു ശേഷമാണ് നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ സാധിക്കുക. നിങ്ങളൊരു പ്രൊഫഷണൽ ചെസ് പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായി ഉപയോഗിച്ചിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ് ചെസ് ബേസ് 18 എന്ന് പറയുന്നത്. നമുക്കിനി ചെസ് ബേസ് 18 ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ യൂട്യൂബ് ചാനലിലെ 70% വീഡിയോകൾ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ചെസ് ബേസ് 18 അല്ലെങ്കിൽ ചെസ് ബേസിന്റെ മറ്റു സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ സമയങ്ങളിൽ ഈ സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്ന പരമാവധി ഓപ്ഷൻസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇതിനു മുൻപ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തൊരു ഗെയിമിന്റെ PGN വേർഷനാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്താൻ ഈ സോഫ്റ്റ്വെയറിന് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഒരേ സമയം വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2 ചെസ് എൻജിൻസ് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഒന്ന് ലീല ചെസ് ആണ്, അതുപോലെ സ്റ്റോക്ക് ഫിഷ് 17. അങ്ങനെ നിരവധി ഓപ്ഷൻസ് ആണ് ഈ സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഒറ്റ വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ വളരെ ചുരുക്കിയാണ് കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ചെസ് ബേസിന്റെ ഒഫീഷ്യൽ വീഡിയോസ്, അഥവാ ഈ സോഫ്റ്റ്വെയർ നിർമ്മിച്ചിരിക്കുന്ന കമ്പനി തന്നെ വളരെ വിശദമായ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന വീഡിയോകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ 5 ലിസ്റ്റും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ എന്താ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.